കർണാടകയിലെ ബിഡതിക്ക് സമീപം കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് പോയ കെഎസ്ആർടിസി ബസ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവറുടെ അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും മൂലമാണെന്ന് പിന്നിലുണ്ടായിരുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ. അപകടത്തിൽപ്പെട്ട കെഎസ്ആർടിസി ബസ്സിന് തൊട്ടു പിന്നാലെയുണ്ടായിരുന്ന കണ്ണൂർ പയ്യന്നൂരിൽ നിന്നും ബംഗളൂരുവിലേക്ക് പുറപ്പെട്ട എസ്കെഎസ് ബസ്സിലെ ഡ്രൈവർ യാസിനാണ് നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടത്. ശനിയാഴ്ച രാവിലെ 5:45 മൈസൂർ ബംഗളൂരു എക്സ്പ്രസ് വേയിലെ മധൂർ മേൽപ്പാലത്തിൽ വെച്ചാണ് കെഎസ്ആർടിസി ബസ് തങ്ങളെ മറികടന്നു പോയതെന്ന് യാസിൻ പറഞ്ഞു. സെൻട്രൽ ട്രാക്കിലൂടെ പോവുകയായിരുന്ന എസ്കെഎസ് ബസ്സിനെ തൊട്ടുരുമിയാണ് കെഎസ്ആർടിസി ബസ് ഓവർടേക്ക് ചെയ്തത്. യാതൊരു സിഗ്നലുമില്ലാതെ ഇടത്തോട്ടും വലത്തോട്ടും ട്രാക്ക് മാറി പന്തികേട് തോന്നിച്ചതോടെ താൻ തുടർച്ചയായി ഹോൺ മുഴക്കി. പെട്ടെന്ന് വേഗത കുറച്ച കെഎസ്ആർടിസിയെ മറികടന്ന് ബസ് നിർത്താൻ ശ്രമിച്ചെങ്കിലും വീണ്ടും സ്പീഡ് കൂട്ടി ഫാസ്റ്റ് ട്രാക്കിലേക്ക് കയറിപ്പോവുകയായിരുന്നു. തുടർന്ന് 10 മിനിറ്റിനുള്ളിലാണ് ദുരന്തം സംഭവിച്ചത്. ബസ് മണിക്കൂറിൽ 100 കിലോമീറ്ററിലധികം വേഗതയിലായിരുന്നുവെന്നും ഡ്രൈവർ ഉറങ്ങിയതാകാൻ സാധ്യതയില്ലെന്നും ഉറക്കത്തിലാണെങ്കിൽ ആക്സിലേറ്ററിൽ കാൽ ഇത്രത്തോളം അമരില്ല എന്നും യാസിൻ പറയുന്നു. എക്സ്പ്രസ് വേയിലെ മധൂർ മേൽപ്പാലത്തിൽ വെച്ചിട്ടാണ് അപകടത്തിൽപ്പെട്ട കെഎസ്ആർടിസി ബസ് എന്റെ ബസ്സിനെ മറികടന്നു പോയത്. ശനിയാഴ്ച രാവിലെ ഏകദേശം 5:45 ഇത്. സെൻട്രൽ ട്രാക്കിലൂടെയാണ് ഞാൻ ഓടിച്ച എസ്കെഎസ് ബസ് പോയിക്കൊണ്ടിരുന്നത്. ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ഈ ബസ്സിലിടിച്ച് ഇടിച്ചു എന്ന മട്ടിൽ കെഎസ്ആർടിസി പോയി. പിന്നീട് ഫാസ്റ്റ് ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കെഎസ്ആർടിസി ബസ് പെട്ടെന്ന് ഇടതുഭാഗത്തെ ട്രാക്കിലേക്ക് കയറി വന്നു. യഥാർത്ഥത്തിൽ മധൂർ മേൽപ്പാലത്തിൽ നിന്നായിരുന്നു ബസ് ആദ്യം താഴേക്ക് വീഴേണ്ടിയിരുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രമാണത് സംഭവിക്കാതിരുന്നത്. യാതൊരു സിഗ്നലും ഇല്ലാതെയാണ് ബസ് ഇടത്തോട്ടും വലത്തോട്ടും ട്രാക്ക് മാറിപ്പോയിക്കൊണ്ടിരുന്നത്. പന്തികേട് തോന്നിയതോടെ താൻ ഹോൺ മുഴക്കിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കെഎസ്ആർടിസി ബസ് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി വേഗത കുറച്ചു. ഇതോടെ താൻ ഓവർടേക്ക് ചെയ്ത് മുന്നിലേക്ക് കയറി ബസ് നിർത്താൻ ശ്രമിച്ചു. എന്നാൽ വീണ്ടും കെഎസ്ആർടിസി ബസ് സ്പീഡ് കൂട്ടി ഫാസ്റ്റ് ട്രാക്കിലേക്ക് കയറി. ഈ സംഭവം കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞാണ് ബിഡതിക്ക് സമീപം കെഎസ്ആർടിസി ബസ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറക്കത്തിലാണെന്ന് കരുതുന്നില്ല. എന്നാൽ മണിക്കൂറിൽ 100 കിലോമീറ്ററിലധികം വേഗതയിലായിരുന്നു ബസ് പോയിക്കൊണ്ടിരുന്നത്. ഉറക്കത്തിലാണെങ്കിൽ ഇത്രയും വേഗത്തിൽ പോകാൻ സാധ്യതയില്ല. കാരണം മയങ്ങി പോവുകയാണെങ്കിൽ സ്വാഭാവികമായും ആക്സിലേറ്ററിൽ കാലധികം അമരില്ല. ഇതാണ് യാസിൻ പറഞ്ഞത്. അപകടത്തിൽ ബസ് ഡ്രൈവർ കോഴിക്കോട് വെള്ളയിൽ സ്വദേശി മിഥിലേഷും കണ്ടക്ടർ ചേവായൂർ സ്വദേശി അരുണും തൽക്ഷണം മരിച്ചു. ബസ്സിലുണ്ടായിരുന്ന 29 യാത്രക്കാരിൽ 20ഓളം പേർക്ക് പരിക്കേറ്റു. ഇവരിൽ പലരുടെയും നില ഗുരുതരമായി തുടരുന്നുമുണ്ട്. ഒരു യാത്രക്കാരുടെ കാൽ അപകടത്തിൽ അറ്റുപോയതായും വിവരമുണ്ട്. അമിത വേഗതയിലായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി വലതുവശത്തേക്ക് മറിയുകയായിരുന്നു. അതേസമയം തുടർച്ചയായ ഡ്യൂട്ടിയാണ് അപകടത്തിന് വഴിവെച്ചതെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. അപകടത്തിൽ മരണപ്പെട്ട ഡ്രൈവർ മിഥിലേഷ് മൈസൂർ സർവീസ് കഴിഞ്ഞ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് കോഴിക്കോട് തിരിച്ചെത്തിയത്. വിശ്രമമില്ലാതെ അതേ ദിവസം രാത്രി തന്നെ വീണ്ടും ബംഗളൂരു സർവീസിന് ഡ്യൂട്ടിയിൽ കയറുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ വ്യക്തമാക്കുന്നത്.